ഹായ് ഫ്രണ്ട്സ്, എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കൊഞ്ച് കറിയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു കൊഞ്ച് കറിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ കൊഞ്ച് കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ. ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 7-8 ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം മാത്രം മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത്. നമ്മൾ കൊഞ്ച് ഉപയോഗിക്കുമ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് നന്നായിരിക്കും. കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒരു 2-3 പച്ചമുളകും പിന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇത് 2 വലിയ പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടത്. ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തക്കാളി. നന്നായിട്ടൊന്ന് വാടി കിട്ടും നമുക്ക് തക്കാളി. നമ്മുടെ തക്കാളി കൂടി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഈ തക്കാളി വാടിയതിനു ശേഷം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. അത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പുളി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പുളി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. വെറും തേങ്ങ ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ പരുവത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. കൊഞ്ച് നമ്മൾ ഇതുവരെ ചേർത്തില്ലല്ലോ. ഇനിയാണ് നമ്മൾ കൊഞ്ച് ചേർക്കേണ്ടത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചാണ് കേട്ടോ. ആ പുറകിലത്തെ കറുത്ത ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊഞ്ചിന് അധികം വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. എന്നാലും നമുക്ക്
നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് മതി കേട്ടോ. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഷേപ്പിലാവുമ്പോഴേ കൊഞ്ചൊക്കെ നന്നായിട്ട് കുക്കായി എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. നമ്മുടെ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടി നമ്മളൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടും. വെള്ളം ഒന്നുകൂടി ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി കിട്ടും. അപ്പൊ ഞാൻ ഇന്നലെ 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാൻ പോവാണ്. നമുക്കിനി തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് കറി. നമുക്ക് ഒഴിച്ചു കറിയായിട്ടോ അല്ലെങ്കിൽ ഒരു മീൻ കറിയായിട്ടോ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്ക്. കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മിസ്സായി പോകും. ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.